വെരി ഗുഡ് മോർണിംഗ്. ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന സെക്ഷനിൽ നമ്മൾ ഇന്ന് ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ നിയമങ്ങളാണ്, ലോസ് എന്തൊക്കെയാണ്, നിയമം എങ്ങനെ പാലിക്കണം, എന്തൊക്കെ ഗവൺമെന്റിന്റെ എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ അഫക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അതൊരു മൂന്ന് രീതിയിലാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. കോഴ്സ് സ്ട്രക്ചർ ആൻഡ് ദ റോഡ് മാപ്പ്, യൂണിറ്റ് ബൈ യൂണിറ്റ് ഓറിയന്റേഷൻ, അടുത്തതായിട്ട് കവറേജ് ആൻഡ് കോംപ്ലയൻസ് വെരിഫിക്കേഷൻ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അത് ആദ്യത്തെ റൂട്ട് മാപ്പിൽ തന്നെ നമുക്ക് 4 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിനെ കുറിച്ച് 1 മുതൽ 3 വരെയുള്ള യൂണിറ്റിൽ നമ്മൾ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ദെൻ ഫ്രം ദ പ്ലാനിങ്, ഒരു ഹോസ്പിറ്റൽ കെട്ടിടം പണിയുമ്പോൾ മുതൽ അതിന്റെ ഓപ്പറേഷൻസ്, അതിന്റെ പേഷ്യന്റിന് എങ്ങനെ കെയർ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4 മുതൽ യൂണിറ്റ് 7 വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 3യിലാണെങ്കിൽ എന്തൊക്കെ ആക്ടും അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, റെഗുലേഷൻസ് എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ, അതെങ്ങനെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തുമായിട്ട് ആപ്ലിക്കബിൾ ആകുന്നത് എന്നൊക്കെ ഉള്ളതാണ് യൂണിറ്റ് 3 അല്ലെങ്കിൽ ബ്ലോക്ക് 3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് 4ലാവുമ്പോൾ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് അതിൻ്റെതായ പേഷ്യൻസിന്റെ റൈറ്റ്സ് ഉണ്ട്, പേഷ്യൻസിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ പേഷ്യൻസിന് റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ചെയ്താൽ എത്തിക്കലി ഫൈൻ ആണ്, നമ്മുടെ എത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 4ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലീഗൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സിസ്റ്റത്തില് യൂണിറ്റ് 1 എന്ന് പറയുന്നത് മേജർ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്ട് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഓരോ സിറ്റിസൺസിനും എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, നമ്മുടെ ഫെഡറൽ സിസ്റ്റം അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദെൻ ദ ലോസ്, റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളും അതിന്റെ റെഗുലേഷൻസും ഒക്കെയാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്, ഇതിനു മുമ്പ് ഒരു കേസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസിന് എന്തൊക്കെയാണ് നിയമങ്ങൾ വന്നത്, ആ കേസിനെ വെച്ചിട്ട് നമ്മൾ ഓരോ കേസസ് വെച്ച് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റിനെ കുറിച്ചും എങ്ങനെ നിയമങ്ങൾ ഉണ്ടായതും അതിന്റെ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 1ൽ പഠിക്കുന്നു. യൂണിറ്റ് 2ൽ നോക്കുന്നത് മേജർ ആയിട്ട് മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ഒരു പേഷ്യന്റിന് നമുക്ക് ഹോസ്പിറ്റൽ അനാസ്ഥ കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെയാണ് നടപടികൾ ഉണ്ടാകുന്നത്, ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു പേഷ്യന്റ് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് വന്നാൽ എങ്ങനെയാണ് നമുക്കത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നെഗ്ലിജൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ അനാസ്ഥയിൽ ഉൾപ്പെടുത്തില്ല, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് അനാസ്ഥകൾ കുറയ്ക്കാൻ വേണ്ടി, ഓരോ പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഒരു പ്രാക്ടീഷണറിന് എന്തൊക്കെ നിയമവശങ്ങൾ പാലിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെഡിക്കൽ നെഗ്ലിജൻസിൽ വരുന്നത്. അതേപോലെ വേറെ കുറച്ച് നിയമങ്ങളും ഒക്കെ ഈ യൂണിറ്റ് 2ൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. യൂണിറ്റ് 3ൽ ലോസ് ദാറ്റ് ആർ ആക്ട്സ് അപ്ലിക്കബിൾ ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ നിയമവശങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ നോക്കുന്നു, അതേപോലെ തന്നെ പേഷ്യൻസിന് ബാധിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു, ക്രിമിനൽ ലയബിലിറ്റി ഉള്ള ഒരു ഡോക്ടറാണോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു പേഷ്യന്റ് കെയറിന് എന്തൊക്കെ നിയമങ്ങളുണ്ട്, ഓരോ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതിനും, അതായത് ഒരു മാനേജ്മെന്റ് പേഷ്യന്റിന്റെ കെയറിന് വേണ്ടി അതെങ്ങനെ മാനേജ് ചെയ്യാം, എൻവയോൺമെന്റൽ പോളിസീസ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റൽ സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് യൂണിറ്റ് 3ൽ കവർ ചെയ്തു പോകുന്നത്. യൂണിറ്റ് 3ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നിയമങ്ങൾ എന്താണ്, മെഡിക്കൽ ലീഗൽ കേസസിന്റെ അല്ലെങ്കിൽ കൺസ്യൂമറിന് എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നു. പേഷ്യന്റിന്റെ ആരോഗ്യ സംബന്ധമായ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് ഹോസ്പിറ്റലിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട നടപടികൾ എന്താണ്, ട്രെയിൻ ചെയ്യേണ്ടത് എന്താണ്, റിസർച്ചിന് മെഡിക്കൽ പ്രൊഫഷന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ബിസിനസ് ആസ്പെക്റ്റിൽ എന്തൊക്കെ, ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഒരു ബിസിനസ് സ്ഥാപനമായി കണ്ടാൽ എന്തൊക്കെ നിയമങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഷ്യന്റ് കെയറിൽ വരുന്നുണ്ട്. എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത്, ആവശ്യമുള്ള സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 3ൽ കവർ ആവുന്നു. ഒരു ഹോസ്പിറ്റൽ
വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പ്ലാനിങ് ചെയ്യണം, ഓപ്പറേഷൻ ആൻഡ് പേഷ്യന്റ് കെയർ എല്ലാം 4, 5 ആൻഡ് 6, 7 ചാപ്റ്റേഴ്സിലാണ് വന്നു പോകുന്നത്. മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യമേ തന്നെ രജിസ്ട്രേഷനും ലൈസൻസിങ്ങിനും വേണ്ടി ഹോസ്പിറ്റലിന്റെ അതോറിറ്റീസിന് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ നോക്കണം, ആ ഒരു രജിസ്ട്രേഷന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയറും എന്തൊക്കെ ചാലഞ്ചസ് ഒക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്ന് നോക്കും. ദെൻ ഡീസ് നന്നായിട്ട് എന്തൊക്കെയാണ് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അതെല്ലാം ഈ ഒരു യൂണിറ്റ് 4ലാണ് നോക്കുന്നത്. യൂണിറ്റ് 5 നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസ്, അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ചെറിയൊരു ആക്സിഡന്റ് കേസ്, അത് MLC ആയിട്ട് വരും. അങ്ങനെ ഒരു ആക്സിഡന്റ് ആണ് ഇപ്പൊ നമ്മൾ ആശുപത്രിയിൽ വരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, MLC ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സും ഡ്യൂട്ടിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, MLC ഒരു കേസ് വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്നു, ആ ഡോക്യുമെന്റേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യാം, അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് പോലീസുമായിട്ട് എങ്ങനെ സംസാരിച്ച് എന്ത് കേസൊക്കെയാണ് എന്തൊക്കെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് മെഡിക്കൽ ലീഗൽ കേസസ് മാനേജ്മെന്റ്. ഇതാണ് യൂണിറ്റ് 5 വരുന്നത്. യൂണിറ്റ് 5 പിന്നെയും നമ്മൾ മെഡിക്കൽ കസ്റ്റഡി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം, ആരെ സൂക്ഷിക്കേണ്ടത്, മെഡിക്കൽ ലീഗൽ സ്പെസിമെൻ എങ്ങനെ സൂക്ഷിക്കണം, പേഷ്യന്റിന്റെ എമർജൻസിയും ഡെഡ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ്, മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചലഞ്ചസ് ആ ഒരു മെഡിക്കൽ കേസ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ യൂണിറ്റ് 5ലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് 6 എന്ന് പറയുമ്പോൾ കൺസെന്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഒരു പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റ് പൂർണ്ണമായും നമ്മളെ വിശ്വസിക്കുന്നു, പേഷ്യന്റിന്റെ ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അതൊരിക്കലും പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് 6 പറയുന്നത്. എന്ത് തരം കൺസെന്റ് ആണ് എഴുതി വാങ്ങിക്കുന്നത്, വിറ്റ്നസിന്റെ സാക്ഷിയുടെ കൺസെന്റ് എങ്ങനെയായിരിക്കും, ഒരു ആൾക്ക് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ നിയമവശങ്ങളുണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട് എക്സ്പെക്ഷൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 6 കൺസെന്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറഞ്ഞു പോകുന്നത്. യൂണിറ്റ് 7 നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലീഗൽ ഫ്രെയിംവർക്ക്, ഗവൺമെന്റിൽ പേഷ്യന്റ് കെയറിന് എന്തൊക്കെ കൊടുക്കണം, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, OPDയിലാണെങ്കിലും വാർഡിലാണെങ്കിലും, ഇപ്പൊ ബ്ലഡ് ബാങ്ക്, മോർച്ചറി, ഡയഗ്നോസ്റ്റിക് സർവീസസ്, മെന്റലി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 7th യൂണിറ്റിലാണ് പഠിക്കുന്നത്. അനസ്തീഷ്യ, മെഡിക്കൽ സ്റ്റോറിൽ എങ്ങനെയാണ്, അനസ്തീഷ്യയിൽ എങ്ങനെയാണ്, മെഡിക്കൽ സ്റ്റോറിൽ എങ്ങനെയാണ്, അതർ ലീഗൽ പേഷ്യന്റ് കെയർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ഷൻസ് റിക്വയർഡ്, എങ്ങനെയാണ് പേഷ്യൻസ് കെയറിലേക്ക് എത്തുന്ന മുമ്പത്തെ കേസ് സ്റ്റഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നു. ദെൻ കംസ് ദ ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ആപ്ലിക്കബിൾ. യൂണിറ്റ് 8ഉം 9ഉം മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളെ കുറിച്ചും മെന്റൽ ഹെൽത്തിനെ കുറിച്ചും MTP കുറിച്ചും ഒക്കെയാണ് പഠിക്കുന്നത്. യൂണിറ്റ് 10 ആൻഡ് 11 നമ്മൾ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് കണ്ടീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. യൂണിറ്റ് 8 ആൻഡ് 9 കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മെന്റൽ ഹെൽത്തിന്റെ ലോസ് എന്തൊക്കെയാണ്, മെന്റൽ കെയർ സ്ഥാപനം തുടങ്ങാനായിട്ട് എന്തൊക്കെ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാൻ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. ദെൻ കംസ് അബൌട്ട് ദ ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്തിനെ കുറിച്ചും ജനന മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 8ലാണ് ഡീൽ ചെയ്യുന്നത്. യൂണിറ്റ് 8ൽ MTP എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഗർഭ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ആക്ട് 1971 കൊണ്ടുവന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, MTPനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ച് കൺസെന്റും അതിന്റെ ഹിസ്റ്ററിയും ഡീറ്റെയിൽസും, വേറെ ജഡ്ജ്മെന്റ്, പഴയ ജഡ്ജ്മെന്റിനെ കുറിച്ചും അതിനടുത്ത് എങ്ങനെയാണ് നടപടി ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8ൽ ഡീൽ ചെയ്യുന്നത്. യൂണിറ്റ് 9ൽ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് റിലേറ്റഡ്, ഇപ്പൊ നമ്മുടെ ആശുപത്രിയിലെ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചുറ്റുമറ്റുമുള്ള കാര്യങ്ങൾ, ഹസാഡിയസ് ആയിട്ടുള്ള ഡിസ്പോസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു, അതിന് വേണ്ട നടപടികൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് 1986 വന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെയും വശങ്ങളെ കുറിച്ചാണ് ചാപ്റ്റർ 9 മെയിൻ ആയിട്ട് പറയുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചും അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അറ്റോമിക് എനർജി ആക്ടിനെ കുറിച്ചും ഒക്കെ യൂണിറ്റ് 9ൽ പറഞ്ഞു പോകും. യൂണിറ്റ് 10ൽ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമവശങ്ങളാണ് പഠിക്കുന്നത്. അതായത് അതിനെ കുറിച്ച് മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്യാസ് സിലിണ്ടർ റൂൾസ്, വേറെ കുറച്ച് റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ച് യൂണിറ്റ് 10
ഇന്ത്യൻ ബോയിലർ ആക്ട്, എക്സ്പ്ലോസീവ് റൂൾസ്, വേറെ ടെർമിനോളജീസ്, ചെറിയ ചെറിയ ടേംസ് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആസ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്ഥാപനം ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, തെറാപ്യൂട്ടി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, അതൊരു ലാബായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് വേണ്ട ആക്ട് എന്തൊക്കെയാണ്, PCPNDT ആക്ട് എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഓർഗൻ ടിഷ്യൂസിനെ നമ്മൾ അത് എടുത്ത് പരിശോധിച്ചിട്ട് അത് എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളതും, എന്തൊക്കെ ഡ്രഗ്സിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള നർക്കോ ആൻഡ് സൈക്കോതെറാപ്പി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്ടിനെ കുറിച്ചും ഒക്കെയാണ്, നിയമവശങ്ങളെ കുറിച്ച്, ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് സർവീസസിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് യൂണിറ്റ് 11 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 12, യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14 ആണ് ബ്ലോക്ക് 4 വരുന്നത്. യൂണിറ്റ് 12 നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അതിന് ഒരു അക്രഡിറ്റേഷൻ ബോഡി ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും, ഇപ്പൊ പല്ലിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരിക്കും പറയുന്നത്. നഴ്സിംഗ് കൗൺസിലാണ് നഴ്സുമാരുടെ കാര്യങ്ങളും നിയമങ്ങളും വരുന്നത്. ഫാർമസി കൗൺസിൽ, അങ്ങനെ ഓരോരോ കൗൺസിലും റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ചുമാണ് യൂണിറ്റ് 12 പറയുന്നത്. യൂണിറ്റ് 13 ഡീൽസ് വിത്ത് മെഡിക്കൽ എത്തിക്സ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, നഴ്സസിന്റെ പ്രാക്ടീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സിൽ എന്തൊക്കെയാണ് മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 13 വരുന്നത്. യൂണിറ്റ് 14 പേഷ്യന്റ് റൈറ്റ്സിനെ കുറിച്ചും പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും വരുന്നുണ്ട്. അത് പേഷ്യന്റിന്റെ പരാതികൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 14 പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ നിയമവശങ്ങൾ, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ് ഡീൽ ചെയ്തത്. അതിന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നും ഔട്ട്ലൈൻ എന്താണ് എന്ന്, ഓപ്പറേഷൻ എങ്ങനെയാ പേഷ്യന്റിനെ നോക്കാം, പോളിസീസ് എന്തൊക്കെയാണ്, അതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ എത്തിക്കൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് സീ യു ഓൾ ലേറ്റർ.